അടുത്ത പ്രഥമൻ ഉണ്ടാക്കാം. അടുത്ത പ്രഥമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടപ്രഥമൻ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പാലട ആയിരിക്കും, പക്ഷെ അടപ്രഥമനും വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ പാലട ഉണ്ടാക്കുന്ന അട ഉപയോഗിച്ചിട്ടല്ല ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. അത് കുറച്ചുകൂടി വലിയ അടയാണ്. പാലട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രഷർ കുക്കർ ഈസി പാലട നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സദ്യ റെസിപ്പികളിൽ. അപ്പോൾ ആ ഒരു പാലട ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കുക ഈ വിഷുവിന്. അത് വളരെ ഈസിയാണ്. ഇതാവുമ്പോൾ പ്രഥമൻ, അതായത് പായസം റെസിപ്പികൾ, നമ്മളിപ്പോൾ പാലട പായസം അല്ല ശർക്കര പായസം റെസിപ്പികൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, 2ാം പാലും 3ാം പാലൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ എടുത്താലും നമുക്ക് തലേ ദിവസം വരട്ടി വെച്ചിട്ട് ഇപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസം രാവിലെയോ വരട്ടി വയ്ക്കാം നമുക്ക് അട ശർക്കരയിൽ. അതിനുശേഷം നമ്മളിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി പായസം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, മോശമായി പോവില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സദ്യക്ക് അത് വിളമ്പാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ശർക്കര പായസങ്ങൾ, പ്രഥമനുകൾ എന്ന് പറയുന്നത്. പക്ഷെ പാലട പായസം ആകുമ്പോൾ നമ്മൾ രാവിലെ കുക്കറിൽ 1 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പാലട പായസവും റെഡിയാവും. പിന്നെ അടയുടെ കുക്കിംഗ് കറക്റ്റ് ആയിരിക്കണം. 2 ടൈപ്പ് അട നമുക്ക് കിട്ടാറുണ്ട്. അരിയുടെ അടയും കിട്ടാറുണ്ട്, മൈദയുടെ അടയും കിട്ടാറുണ്ട്. അപ്പോൾ അരിയുടെ അടയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ അട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് നമുക്കത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുന്ന അട ഉപയോഗിച്ചിട്ടാണ് ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അടപ്രഥമന്റെ വളരെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ പഴമാണ്. അപ്പോൾ ഈ അടപ്രഥമനും ഞാലിപ്പൂവൻ പഴവും ചേർത്ത് നിങ്ങൾ ഈ ഒരു വിഷു സദ്യ ഉറപ്പായിട്ടും കഴിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ അട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത്, നെയ്യ്, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, പിന്നെ ഇത് ശർക്കര പാനിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ തേങ്ങയുടെ 1ാം പാല്, 2ാം പാല്, 3ാം പാല്. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 3 പാലും എടുക്കണം. എങ്കിലേ അട കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് വരട്ടിയൊക്കെ വരുമ്പോൾ ആ പാലിൻ്റെ തേങ്ങാപ്പാലിൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഉള്ള അടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അട ഒന്ന് ചെറുതായിട്ട് ഒടിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം കൂടുതലാവുമ്പോൾ നമുക്ക് കുക്കായി കിട്ടാൻ സമയമെടുക്കും. ഇത് ഏത് വലിപ്പത്തിലാണോ നിങ്ങൾക്ക് ഒടിച്ചെടുക്കാൻ താല്പര്യമുള്ളത് ആ രീതിയിൽ എടുക്കാം. ഇല്ലെങ്കിൽ ചെറിയ അടയാണ് കിട്ടുന്നതെങ്കിൽ അത് അതിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിപ്പോൾ കുക്കറിൽ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് തേങ്ങാപ്പാലിൻ്റെ അളവ് പറയാം, എത്രയൊക്കെയാണ് ചേർക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തീരെ ചെറിയ പീസുകളായിട്ട് നമ്മുടെ പാലടയിൽ കിട്ടുന്ന വലിപ്പത്തിൽ ഒടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും എടുക്കാം കേട്ടോ. ഇത്രയും ചെറുതായിട്ട് ഒടിച്ചെടുക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കുറച്ചുകൂടി വലിയ അടയായിരിക്കും. അത് നിങ്ങളുടെ ചോയ്സാണ് ഏത് രീതിയിൽ വേണം എന്നുള്ളത്. അപ്പോൾ വെള്ളം തിളക്കട്ടെ, നമുക്ക് അട അതിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ അട ഇട്ട് കൊടുക്കാം. അപ്പോൾ അട എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം വെക്കണം. നമ്മൾ പാലടയ്ക്കാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും ഈ അടപ്രഥമനായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലും കൂടുതൽ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക, കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ അട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇതുപോലെ നന്നായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ടാപ്പിൻ്റെ അടിയിലേക്ക് ആ സ്ട്രെയിനർ കൊണ്ട് പിടിക്കുക. അപ്പോൾ ഇതിലുള്ള ആ ഒരു പശ നന്നായിട്ട് പോയി കിട്ടും. ടാപ്പ് ഫുള്ളായിട്ട് തുറന്ന് നല്ല ഫോഴ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇല്ലെങ്കിൽ പായസം വല്ലാതെ തിക്കായി പോവും, പായസം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ട് നമുക്ക് അതിൽ കംപ്ലീറ്റ് പശ പോകുന്നത് വരെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അട വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടയിൽ ഒട്ടും തന്നെ പശയില്ല. ഇതുപോലെ വാഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഉരുളിയിലേക്ക് ശർക്കരപ്പാനി ചേർക്കുകയാണ്. അപ്പോൾ ഇത് 375 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്താണ്. ഞാൻ 240 ml കപ്പിലാണ് വെള്ളം എടുത്തത്. ഇനി ഈ ശർക്കരയിലേക്ക് നമുക്ക് അട ചേർക്കാം. ശർക്കരപ്പാനി തിളച്ച് തുടങ്ങുമ്പോൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർക്കാം, ഇപ്പോഴും ചേർക്കാം.
അപ്പോൾ ഇനി ഈ ശർക്കരപ്പാനിയും അടയും നന്നായിട്ട് വരണ്ട് വരണം. അതുവരെ നമ്മളൊന്ന് ഇതുപോലെ ഇടുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കണ്ട, ശർക്കരപ്പാനി വറ്റി വരുന്നതനുസരിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വറ്റി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ അടയുടെ കളറൊക്കെ മാറി അട ശർക്കര വലിച്ചെടുത്തു തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നെയ്യും കൂടി ചേർത്ത് വരട്ടിയെടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല, അവസാനമേ നെയ്യ് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് വീണ്ടും കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി കുറുകി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 3-ാം പാലാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത രീതി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ 5 കപ്പ് തേങ്ങയിലേക്ക് ആദ്യം ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് 1-ാം പാൽ പിഴിഞ്ഞെടുത്തു. അത് 1.25 കപ്പ് ഉണ്ട് 1-ാം പാൽ. പിന്നെ ആ പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്തു. അങ്ങനെ 2-ാം പാൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതേ തേങ്ങയിലേക്ക് തന്നെ 3 കപ്പ് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തു. അപ്പോൾ 3-ാം പാൽ 4 കപ്പ് എടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പരിപ്പ് പായസം ചെയ്തപ്പോൾ എനിക്ക് കമൻസൊക്കെ വന്നിരുന്നു, ഇതിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് എത്ര തേങ്ങയിലേക്ക് എത്ര വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുക ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഓണത്തിന് മുന്നേ ആയിട്ട് ചെയ്യാം, എങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ള വീഡിയോ. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികൾക്കും ഇന്നത്തെ ഈ ഒരു ജനറേഷനിലുള്ള പല കുട്ടികൾക്കും എങ്ങനെയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക, എത്ര വെള്ളം ചേർക്കണം, എത്ര തേങ്ങയ്ക്ക് എന്നുള്ള ആ ഒരു കണക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ 3-ാം പാലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 4 കപ്പ് ചേർക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ 4 കപ്പ് തന്നെ ചേർക്കണം എന്നില്ല. നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം 4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ച് കുറുക്കി അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഈ സെയിം പായസം ഉണ്ടാക്കാം. അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എത്രത്തോളം വരട്ടി കുറുക്കിയൊക്കെ എടുക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരിക. കൂടുതൽ വരട്ടി എടുക്കുന്നതോറും പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 3-ാം പാൽ ചേർക്കുകയാണ്. ഇനി ഇത് വീണ്ടും ശർക്കരയിലേക്കും അടയിലേക്കും എല്ലാം മിക്സായി തിളച്ച് കുറുകി വരണം, നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ആദ്യം നമ്മൾ ശർക്കരപ്പാനിയിലേക്ക് അട ചേർത്തപ്പോൾ ചെയ്തതുപോലെ ഇപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ വറ്റുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കി കൈയെടുക്കാതെ ഇളക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ 2-ാം പാൽ ചേർത്ത് മാത്രം കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്രയും ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ 1-ാം പാൽ ചേർക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് കാണിച്ചത്. ഇതിലും കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം വല്ലാതെ തിക്കായി പോകും. അത് 2-ാം പാൽ ചേർത്ത് കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ നമുക്ക് അടയിലേക്ക് നന്നായിട്ട് ഏലക്കയുടെ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമാകുമ്പോൾ ഏലക്കപ്പൊടി ചേർക്കാം. സാധാരണ നമ്മൾ പായസങ്ങളിൽ അവസാനമേ ഏലക്കപ്പൊടി ചേർക്കാറുള്ളൂ. പക്ഷേ ഇത് ഇടയ്ക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പായസം വരണ്ട് വരുന്നതനുസരിച്ച് ആ അടയിലേക്ക് നന്നായിട്ട് ഏലക്കയുടെ ഫ്ലേവറൊക്കെ പിടിച്ചു വരും. ഇനി നമുക്ക് വീണ്ടും നന്നായി വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരയും അടയും എല്ലാം നന്നായിട്ട് വറ്റി കുറുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. അപ്പോൾ 2-ാം പാൽ ചേർത്തിട്ട് നമ്മൾ ഇത്രയും വറ്റിച്ചെടുക്കില്ല കേട്ടോ. ഇനി 3-ാം പാലാണ് ഇതുപോലെ വറ്റിക്കുക. ഇത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഇപ്പോൾ നമ്മൾ മൈദയുടെ അട നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ്. അരിയുടെ അടയാണെങ്കിൽ ഇതുപോലെ കിട്ടുള്ളൂ. മൈദയുടെ അടയാണെന്നുണ്ടെങ്കിൽ അത് കുറുകി വല്ലാതെ പശ പോലെ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അരിയുടെ അട തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അടപ്രഥമൻ്റെ പാലടയായാലും അടപ്രഥമനായാലും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. കണ്ടോ, ഇതുപോലെ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങി. ഇനി നമുക്ക് അധിക സമയം 2-ാം പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാൻ പോവാണ്. ഇനി ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1-ാം പാൽ ചേർത്തത്. അത് ഉരുളിയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഏലക്കപ്പൊടി ചേർക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഇപ്പോൾ ചേർക്കണോ വേണ്ടയോ ആദ്യം ചേർക്കണോ വേണ്ടയോ എന്നുള്ളത്. ഞാനിവിടെ ചെയ്യുന്ന രീതി, ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ പലരും പല നാട്ടിലുള്ള ആളുകളാണ് നമ്മൾ, അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും പായസം ഉണ്ടാക്കുക. അപ്പോൾ എനിക്കിടയ്ക്ക് ചില റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ കമൻറ്റ്സ് വരാറുണ്ട്, ഇത് ഇങ്ങനെയല്ല ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഇനിയും കുറുകി വരും കേട്ടോ, പായസം ഒന്ന് ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. പിന്നെ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യ് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ടിൻ്റെ കളർ മാറിപ്പോകുന്നതിന് മുന്നേ നമ്മൾ റൈസിൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട്സിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. ഇനി റൈസിൻസ് ഒന്ന് വീർത്ത് വരിക, നല്ല ബബിൾ ഷേപ്പിലായി വരിക, അത് ഓരോന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്, ഇല്ലെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളർ ഒട്ടും തന്നെ മാറാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസിൻസൊക്കെ ബബിളായി വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിത് പായസത്തിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പായസം ചൂടോടെയോ ചൂടില്ലാതെയോ സെർവ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്, ചൂടോടെ പായസം കഴിക്കണോ ചൂട് മാറിയിട്ട് കഴിക്കണോ എങ്ങനെയാണെന്നുള്ളത്. രണ്ട് രീതിയിൽ കഴിച്ചാലും ഈ പായസത്തിന് ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു തണുപ്പോടുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്പൂണിൽ കോരി കഴിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രുചിയുണ്ട്. ചൂടോടുകൂടി ഞാലിപ്പൂവമ്പഴമൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് വേറൊരു രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കൂ. പപ്പടം എനിക്കിഷ്ടമല്ല, എനിക്ക് ഞാലിപ്പൂവമ്പഴം ഇഷ്ടം. അപ്പോൾ നമ്മുടെ പായസം ദാ റെഡിയായി. ഞാനിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഉരുളിയിലേക്ക് മാറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാ പായസവും ഉരുളിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉരുളിയിലേക്ക് മാറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു അട തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സദ്യയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാം. ആ വലിയ അടയുടെ, ഇല്ലെങ്കിൽ ചെറിയ അടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓണത്തിനോ വിഷുവിനോ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പായസം ഉണ്ടാക്കി കഴിക്കാതെ കണ്ടോ. നമുക്ക് ഇലയിൽ ഒഴിച്ചുണ്ണാനും അതുപോലെ തന്നെ ഗ്ലാസ്സിൽ കഴിക്കാനും കറക്റ്റ് പാകത്തിലാണ് നമ്മുടെ പായസം. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ കൂടെ ഞാൻ വേറെ കോമ്പിനേഷൻ പറയാം, അതെല്ലാവരും കഴിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വാനില ഐസ്ക്രീം ഇല്ലേ, വാനില ഐസ്ക്രീമും ഈ ഒരു പായസം, നമ്മുടെ ഈ അടപ്രഥമൻ ചെറുതായിട്ട് തണുപ്പോടുകൂടി, അധികം തണുപ്പല്ല, ഐസ്ക്രീമിൻ്റെ അത്രയും തണുപ്പോടുകൂടിയല്ല, ഐസ്ക്രീമിനേക്കാൾ ചെറിയ തണുപ്പ് കുറഞ്ഞ അവസ്ഥയിൽ ഈ ഒരു പായസവും ഐസ്ക്രീമും ചേർത്ത് കഴിച്ചു നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെസേർട്ടായിട്ട് ഡിന്നർ കഴിയുമ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ പായസം ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാവരും ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ പായസം കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.